ഹലോ, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാ, ഈ ഒരു ഇന്നോവയിൽ നമുക്ക് ചെറിയൊരു ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, മറ്റേ സൈഡില്ല. അപ്പോൾ ഒരു സൈഡിൽ മാത്രം നമുക്ക് ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഒക്കെ. കാര്യമായിട്ടുള്ളൊരു പണിയല്ല, നമുക്ക് ടച്ചിങ്ങും കാര്യങ്ങളും തന്നെയാണ് മെയിനായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സിൽക്ക് ഇതേ കിടക്കുന്നുണ്ട് അവിടെ. സിൽക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നല്ല നല്ല ക്യൂട്ടുള്ള സ്മെല്. ചിച്ചി ആരെ ഇതാരുമല്ല. അത് ശരി. അപ്പോൾ ഇതാ സിവിക്ക് ഞാൻ കാണിച്ചു തരാം. സിവിക്കിൽ സീറ്റ് ബെൽറ്റ് ഫിക്സ് ചെയ്തില്ല, സീറ്റ് ബെൽറ്റൊക്കെ ഫിക്സ് ചെയ്യാണ്ട്. സീറ്റ് ബെൽറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പഴയ സീറ്റ് ബെൽറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്കേർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ഇന്നോവിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല. ഉടനെ സ്റ്റാർട്ട് ചെയ്യും വർക്ക്. ഇവർ നമ്മളെ മിൻറ്റി സ്വീക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നോക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. ഒരു നോക്കിക്കൊണ്ടിരിക്കണം വന്നത്. ബാക്ക് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കയറി സെറ്റല്ല. വണ്ടി ഒറ്റുണ്ടോ നോക്കാനാ. സൈഡ് പോണേ ഇങ്ങനെ പോണല്ലേ. സോ വി ആർ ബാക്ക്. ഇനി നമുക്കിതാ നമ്മളെ ഒരു പോളോക്ക് നമുക്ക് വാട്ടർ മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ
അപ്പോൾ ഇതിലേക്ക് പോകണം. പിന്നെ ഈ വണ്ടി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത വണ്ടിയായിരുന്നു. അപ്പോൾ വീണ്ടും ടച്ചപ്പും 2 വർഷം മുമ്പ് ചെയ്ത വണ്ടി കേട്ടോ. കണ്ണൂരുള്ള വണ്ടിയാണ്. കുറച്ച് ടച്ചിങ്സും കാര്യങ്ങളും അതിന് വേണ്ടി വന്നതാണ്. പിന്നെ മിൻ്റെ ഏകദേശം നമ്മൾ സെല്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് അപ്ഡേഷൻസൊക്കെ ഉണ്ട്. ബാക്കി ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ അക്രപോയിക്കിൻ്റെ ഷോർട്ട് ടിപ്പ് അതേപോലെ ബൊറോള എക്സോസ്റ്റാണ് കേട്ടോ. സാധനം റിമോട്ട് കാര്യങ്ങളൊക്കെ വെച്ചില്ലേ? ഓക്കെ, സെറ്റ് ആണുള്ളൂ. വരെ സിവിക്കിന് നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ. അതിന് വേണ്ടി കൊടുക്കാനുണ്ട് ഓയിലും കാര്യങ്ങളും. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനുണ്ട്. ഈ ഒരു ക്രിസ്റ്റ നമുക്ക് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിലവിൽ അതൊന്ന് മാറിക്ക്. നിലവിൽ നമുക്ക് ഇതാ ഈ ടൈപ്പ് സാധാ നോർമൽ സ്റ്റീരിയോ ആണ്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് ടർബോ ഡ്രൈവിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ചെയ്യുന്നത്. 4GB 64. അപ്പോൾ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പാനലൊക്കെ സൈഡിലെത്ത പാനലൊക്കെ ഒന്ന് വെക്കാനുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറയ്ക്ക് ബിലാൽ കണക്ഷൻ കൊടുത്തോണ്ടിരിക്കും കേട്ടോ. നമ്മൾ മിൻറ്റ് ഇന്നലെ വന്ന കണ്ട ടീം ഏകദേശം ഓക്കെയാണ്. അങ്ങനെ വണ്ടി സോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡെലിവറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ഫാമിലിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഏകദേശം നമുക്കൊന്നും ചെയ്യാമല്ല വണ്ടിയിൽ. ജസ്റ്റ് നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ പോലെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമ്മുടെ വണ്ടി നമ്മൾ റൂമിൽ നിന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്ന് മഴ കുറച്ച് കുറവായതുകൊണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഔട്ട്ഡോറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ട്ഡോറിലാണുള്ളത്. അപ്പോൾ മഴ വരുന്നതിൻ്റെ മുമ്പ് സംഗതി എന്ത് ചെയ്യണം, സെറ്റാക്കണം.
ഒന്നും എടുക്കൂലേ വീഡിയോ എടുത്തു കിട്ടൂലേ ഇവിടെ വീഡിയോ എടുത്താ അത് എവിടെ പോയി സംസാരിക്കണ്ടോ രസമില്ലേ ബ്ലാക്ക് എടുത്ത് തുടർന്നാലോ സെറ്റ് ആവും ക്ലൈമറ്റ് പറച്ചാനല്ല റെനീസിൻ്റെ ഓരോ ഷോട്ടുകളാണ് ഇതൊക്കെ അപ്പോൾ ഏകദേശം ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ വീട്ടിലടാ നീയാലേ പോലെ റനീസ കഴിഞ്ഞോ? റനീസിൻ്റെ തീരില്ല. റനീസിന് ഇങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ബ്ലാക്ക് അട കളറ് വണ്ടി. അതെ അതാണ് അവിടെ ഒരു വൈബുണ്ട്. ഈ സെലോറിയോ നമുക്ക് ജസ്റ്റ് സബും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. സബും കാര്യങ്ങളും ഈ സബ്ബാണ് നമ്മൾ ഇതിൽ വെക്കാൻ പോകുന്നത്. നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബില്ലർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളാണ്. നമ്മൾ വാഗണയുടെ ഏകദേശം പെയിൻറ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടെർമിനൽ ലൂസ് കഴിഞ്ഞാൽ പിന്നെ അയച്ചാൽ ടെർമിനൽ ലൂസ് ആട്ടോ. വാഗണയുടെ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് സെയിം വൈറ്റാണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഹെഡ് ലാമ്പ് ടൈൽ ലാമ്പൊക്കെ പുതിയതിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ജസ്റ്റ് കാണിച്ചതാണ്. ഒരു ഇന്ത്യയിൽ കുറച്ച് വർക്ക് ബാക്കിയുണ്ട്, സീറ്റിൻ്റെ വർക്ക്. അതേപോലെ തന്നെ മറ്റുള്ളതൊക്കെ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേറെ കളറ് മാറ്റുന്ന സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്യും. പിന്നെ അത് നമ്മൾ നോർമൽ സെറ്റാണ്. ഇത് ആൻഡ്രോയിഡ് വിത്ത് റിവേഴ്സ് ക്യാമറ, അതേപോലെ സെൻസറും കാര്യങ്ങളും വെക്കാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഉണ്ടോ നിലവിൽ ഈ ഒരു ഫിനിഷിലാണ് ഉള്ളത് കേട്ടോ. പിന്നെ കൂളിംഗ് ടിൻ്റ് അടിക്കാനുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. നല്ല മഴയാണ്, അടിപൊളി മഴയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ പരിപാടി കഴിയാണ്ട് നമ്മളെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാഗണർ ഓൾറെഡി കയറ്റിയിട്ടുണ്ട്. വാഗണർ ബാറ്ററി കഴിഞ്ഞ് സൈഡിൽ കയറ്റി കേട്ടോ. അതേപോലെ ഇന്നോവ വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല. ഇതിൻ്റെ ബമ്പർ നമ്മൾ ഉദ്ദേശിച്ച AGP ബ്രാൻഡ് ക്വാളിറ്റിയുടെ ബമ്പർ സ്റ്റോക്ക് ഔട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ 2 വർഷം മുമ്പ് ചെയ്തൊരു വണ്ടിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ലേറ്റ് ഇടുക. ഈ വണ്ടി നമുക്കിപ്പോൾ വർക്കിന് വന്നാണ് കേട്ടോ. ഈ സെലക്ടോസ് ഇതിന് മേജർ വർക്കൊന്നുമില്ല, ബമ്പർ പെയിൻറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് ബമ്പർ ഊരി വെച്ചിരിക്കും. ഫ്രണ്ട് ബമ്പർ പെയിൻറ്റ് ചെയ്യാൻ മാത്രമുള്ള വർക്കാണ് വണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് കുറച്ച് വർക്കും ടച്ച് പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി കണ്ടോ, അത്യാവശ്യം നല്ല പ്രാണി നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം ഇവിടെ പൂർണ്ണമാണ്. അപ്പോൾ ഇനിയും നാളെ മറ്റൊരു വീണ്ടും വരുന്നവരെ ബൈ.